ഫാദേഴ്സ് ഡേ ആയിട്ട് ഫാദേഴ്സിന് വേണ്ടി ഒരു വീഡിയോ. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു മൈറ്റ് ബി കംപ്ലീറ്റ്ലി റോങ്. ടൈമിൻ്റെ അല്ല, ഒരുപക്ഷെ ജിം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പ്രയോറിറ്റി ആയിരിക്കില്ല. ഇത് നേരിട്ട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും, അതുകൊണ്ടാണല്ലോ വീഡിയോ എടുക്കേണ്ടി വരുന്നത്. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ബിസിയാണ്. എസ്പെഷ്യലി ഒരു കുട്ടി ഉണ്ടെങ്കിൽ പലരും വിചാരിക്കുന്നത് ചായയിലെ ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാലോ, ചോറ് മാറ്റി ചപ്പാത്തി ആക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വല്ല കീറ്റോജനിക് ഡയറ്റോ കാർണിവോർ ഡയറ്റോ അതുപോലെ ഏതെങ്കിലും ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആവുമെന്നുള്ളതാണ്. പക്ഷേ ഇവരോട് തന്നെ ജിമ്മിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വല്ല പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിന് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ള സ്പോട്ട് പോലെയാണ് സംസാരിക്കുന്നത്. അതും അല്ലെങ്കിൽ എനിക്ക് ഇത്ര മസിൽസ് ഒന്നും വേണ്ട എന്നുള്ള പതിവ് ഇന്റർനാഷണൽ റബ്ബിഷ്. അതും അല്ലെങ്കിൽ ജിമ്മിന് മാത്രം സമയമല്ല. എന്തൊക്കെ കാരണങ്ങളാ? ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തൊന്നും ഇല്ല എന്ന് എൻ്റെ ഉപ്പ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ മറ്റുള്ള എന്തിനും ഹൈ പ്രയോറിറ്റി കൊടുത്ത് ആരോഗ്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇത്രയും ബിസിയായി ഓടി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും വളരെയധികം ബിസി ആയിരിക്കുന്ന ഒരു കാലം വരുമല്ലോ. ആ ടൈമിൽ നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കാൻ അവർക്ക് പറ്റിക്കോണമെന്നില്ല. വയ്യാണ്ടായി കിടന്നു കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ പെയിനൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഒരു 30 to 45 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഭാര്യയും കുട്ടിയും നിങ്ങൾ നോക്കണം, അവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആവണം. ബട്ട് നിങ്ങളുടെയും ഹെൽത്ത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് ടൈം കണ്ടെത്തേണ്ടതുണ്ട്. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഹാപ്പി ഫാദേഴ്സ് ഡേ.